മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദിലെ നൂറയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദിലെ നൂറയോട് പറയാണ്, എനിക്ക് നിന്നോട് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നീ ആ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് നിൻ്റെ മൈൻഡിൽ എപ്പോഴും നീ അത് വെക്കണം. ഇവിടെ കുറേ ആളുകൾ എന്നെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. എന്നെ ഈ വീക്കിൽ നിന്നും പുറത്താക്കാനാണ് ഇവരുടെ എല്ലാവരുടെയും പ്ലാന്. പിന്നെ എനിക്ക് കുറേ മിസ്റ്റേക്കുകളുണ്ട്. ഇപ്പോൾ അനുവിൻ്റെ മാറ്ററാണെങ്കിലും ശരി. അപ്പോൾ ആ ഒരു കാര്യം പറയുമ്പോൾ ആദില പറയുന്നുണ്ട്, അത് ഞാൻ ക്ലീനാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ പല സ്ഥലത്തും ബേബി ഒതുങ്ങിയാണ് ഇരിക്കുന്നതെന്ന് നൂറ ആദിലനോട് പറയുന്നുണ്ട്. ബേബി ഇവിടെ നല്ല സ്ട്രോങ് ആയി മാറണം, ആളുകൾ പ്രൊവോക്ക് ചെയ്യണം, എന്നാലാണ് ബേബീനൊരു സ്ട്രോങ്നെസ് ഇവിടെ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ബേബിനോട് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളതെന്ന് ആദില നൂറേനോട് പറയുന്നുണ്ട്. നിന്നെ ആർക്കും എന്താണെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. 3 ആഴ്ചത്തേക്ക് ബേബി സേഫാണ്. അതുകൊണ്ട് തന്നെ ബേബി നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കണം. നീ സ്ട്രോങ് ആയിട്ട് കളിക്കുക. ഇവിടെയുള്ളവർക്ക് നീ പ്രൂവ് ചെയ്ത് കൊടുക്കുക നീ നല്ല സ്ട്രോങ് ആണെന്ന്. പിന്നെ അനുമോളെ പോലെ നീ പുറത്തുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടെയുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ നന്നായി കളിക്കണം. ഞാനിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാലും നിനക്കൊരു ടെൻഷനും വേണ്ട, ഞാൻ ഇതൊക്കെ കാണുന്നുണ്ടാവും നീ സ്ട്രോങ് ആയി കളിക്കുന്നത്. പിന്നെ നീ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ആരുമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട. എൻ്റെ അനുഭവം തന്നെ മനസ്സിലായല്ലോ. ഞാനിപ്പോൾ അനുമോളുടെ കൂടെ പോയിട്ട് എനിക്ക് കിട്ടിയതുപോലെ നീ ഇനിയിപ്പോൾ ആരുടെ അടുത്തും പോയി ഫ്രണ്ട്സ് ആവാൻ നോക്കരുത്. നീ ഒറ്റയ്ക്ക് തന്നെ നിന്ന് കളിക്കുക. ചിഞ്ചു മഞ്ജുവിൻ്റെ അടുത്ത് മാത്രം നീ പോയി സംസാരിച്ചാൽ മതി. നിനക്ക് അങ്ങനെ സംസാരിക്കാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ഇനി പുറത്ത് പോയി കഴിഞ്ഞാലുള്ള കാര്യമാണ്. അപ്പോൾ ബേബി പുറത്ത് പോവില്ല എന്ന് തന്നെ നൂറ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അഥവാ ഞാൻ പോയാൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ അഖിൽമാരാർ വന്നപ്പോൾ എനിക്കൊരു പോസിറ്റീവായിട്ടാണ് ഇവിടെ തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു ഉള്ളിലുള്ളൊരു സാധനം അതെനിക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അത് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്കെന്തോ അത് കൊണ്ടുവരാൻ തോന്നുന്നില്ല. ബേബിക്ക് എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നന്നായി കളിക്കണം. ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, അത് കളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ വീട്ടിൽ പോയിരുന്നിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ പരമാവധി ഉപയോഗിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നാണ് ആദിലെ നൂറയും കൂടെ സംസാരിക്കുന്നത്.